ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബൈക്സ് അപ്പ്. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണം. വേറെ ഒന്നുമല്ല, എൻ്റെ പേരിൽ ഈ ബൈക്സ് അപ്പിൻ്റെ പേരിൽ സ്കാം നടക്കുന്നുണ്ട്. കാരണം ഇന്നലെയാണ് ഞാൻ ഈ കാര്യം അറിയണം. ഒരു കസ്റ്റമർ ഇതുപോലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചായിരുന്നു, ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്, ആളുടെ ക്യാഷ് പോയി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് എൻ്റെ യൂട്യൂബിൻ്റെ കമൻറ്റിൽ നിന്നാണ് ആൾക്ക് നമ്പർ കിട്ടണം. എൻ്റെ നമ്പറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് യൂട്യൂബിൽ കമൻറ്റിൽ ഏതൊരു വീഡിയോയിൽ കമൻറ്റിൽ ആൾ നമ്പർ കൊടുത്താൽ പറയണം. അപ്പോൾ ഞാനാണ് എൻ്റെ നമ്പറാണെന്നും പറഞ്ഞുകൊണ്ടാണ് അതിലോട്ട് വാട്സപ്പ് ചെയ്യും. പിന്നെ അതിൽ നിന്നാണ് ആൾ ക്യാഷ് കൊടുത്ത് വണ്ടി ചെയ്യാനായിട്ട്. RS ആണ്, ബൈക്ക് RS ആണ്. അപ്പോൾ ഞാൻ RS ചെയ്യില്ല. ഞാൻ ചെയ്യണത് എക്സ്പൾസ് RX100, പിന്നെ GT, പിന്നെ ഇപ്പോൾ ഓൾഡ് ഹിമാലയ. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ക്യാഷ് മേടിച്ചെന്നുള്ള രീതിയിലാണ് ആൾ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയക്കണത്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി ഞാനല്ല ക്യാഷ് മേടിച്ചത്. അപ്പോൾ സംഭവം ഇതിൻ്റെ കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് അയച്ചു തന്നായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഭവം ആളെ പറ്റിച്ചിട്ടുണ്ട്, നല്ല വെടുപ്പായിട്ട് പറ്റിച്ചിട്ടുണ്ട്. സംഭവം ആൾക്ക് ആദ്യം 2000 രൂപ ചോദിച്ചു അഡ്വാൻസ്. 2000 രൂപ ചോദിച്ചപ്പോൾ 2000 ഇല്ലെന്ന് പറഞ്ഞപ്പോൾ 1500 ചോദിച്ചു. 1500 ചോദിച്ചപ്പോൾ അതില്ലെന്ന് പറഞ്ഞപ്പോൾ 1000 തരാൻ പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് ആ സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആളെ നല്ല രീതിക്ക് പറ്റിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഈ ആൾ 1000 രൂപ അയച്ചു കൊടുത്ത് ആ ക്യാഷ് പോയി. 2-3 ദിവസമൊക്കെ റെസ്പോണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒട്ടും റെസ്പോൺസ് ഇല്ലാണ്ടായപ്പോഴാണ് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കണം ഞാനാണെന്നും വെച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാനല്ല, കാരണം എൻ്റെ ഡീലിങ് കംപ്ലീറ്റ് ഞാൻ ചെയ്യണത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ഒരിക്കലും ഞാനൊരു കമൻറ്റിലും പോയിട്ട് എൻ്റെ ഡീറ്റെയിൽസും എൻ്റെ നമ്പറും കാര്യങ്ങളും ആർക്കും കൊടുക്കുകയുമില്ല. ഞാൻ എൻ്റെ വർക്ക് എടുക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെയാണ് വർക്ക് എടുക്കണം. അതിലൂടെയാണ് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഷെയർ ചെയ്യാറുള്ളത്. അല്ലാണ്ട് വേറെ ഒരു മീഡിയയിലും ഞാൻ കൊടുത്തിട്ടില്ല. ഈവൻ എൻ്റെ പ്രൊഫൈലിൽ പോലും എൻ്റെ ഫോൺ നമ്പർ ഒരു ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇനി ആരെങ്കിലും ഇനി കാണുകയാണെങ്കിൽ, കാരണം ഞാൻ എൻ്റെ യൂട്യൂബിൽ കമൻറ്റിൽ നിന്നാണ് ഈ നമ്പർ കിട്ടിയെന്ന് പറയണം. പക്ഷേ ഞാൻ നോക്കിയിട്ട് എനിക്ക് കണ്ടില്ല. 2-3 മാസം മുന്നത്തെ കാര്യമാണെന്നാണ് പറയണം. കാരണം ഞാൻ കുറേയൊക്കെ നോക്കി, എനിക്ക് ഇത് കാണാൻ പറ്റിയില്ല, നോട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടിയില്ല കമൻറ്റ്. അപ്പം ഇനി ഇതുപോലെ തന്നെ ആർക്കെങ്കിലും ഇതുപോലെ ഞാനാണെന്നും പറഞ്ഞുകൊണ്ട് കമൻറ്റിൽ വന്ന് എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഐഡിയ അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ദൈവത്തോർത്ത് അത് ആരും പോയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഞാൻ എൻ്റെ ഡീലിങ് എല്ലാം ചെയ്യണത്, എൻ്റെ വർക്ക് എടുക്കണത് കംപ്ലീറ്റ് എൻ്റെ ഈ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ പേജ് തന്നെ. ഇതിൽ നിന്ന് മാത്രമാണ് ഞാൻ വർക്ക് എടുക്കാറുള്ളത്, വേറൊരു പേജിൽ നിന്ന് എടുക്കാറില്ല. അപ്പോൾ ഇനി എൻ്റെ ഫോളോവേഴ്സും സപ്പോർട്ടേഴ്സും ഇനി ബൈക്ക് മേടിക്കാൻ ആഗ്രഹമുള്ളവരും ആരും ചെന്ന് ഇങ്ങനെയുള്ള ഇതിൽ പെടരുത്. ഇനി അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ആ ഒരു കാര്യത്തിൽ വേണ്ടിയാണ്. കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. കാരണം എന്നെ മാത്രമല്ല ബാക്കിയുള്ള ഇതുപോലെ തന്നെ മിനിയേച്ചർ ചെയ്യണവർക്കും പണി കിട്ടണ ഒരു കേസ് തന്നെയാണ്. കാരണം അവരുടെ പേരിലും വന്ന് ഇതുപോലെ തന്നെ സ്കാം ചെയ്യാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇനി ഇതിങ്ങനെ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.